ഉണ്ടാക്കിയിട്ട് ഷർട്ടാണ്. ഈ സ്റ്റിച്ചിങ് ഇവിടെയാണ് എല്ലാം. ചിലപ്പോൾ നമ്മുടെ തുണി സ്വന്തം വീവിങ് ചെയ്യും, അതിൽ നിന്നും നമ്മുടെ ഷർട്ട് ഉണ്ടാക്കും. ഒരു ഖാദി പോലെ പറയുമ്പോൾ നല്ല വില ആവും, പക്ഷെ നമ്മുടെ അതിൽ ഒരു കുറച്ച് വില നമുക്ക് ചെയ്യാറുണ്ട്. നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ സൺഡേ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഭിലാഷ് ജി നായർ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ മുമ്പിലാണ്. ഇവിടെ ഒരുപാട് സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കത് ഓരോന്നോരോന്നായി കണ്ടുവരാം. വാ, എന്നോടൊപ്പം വാ. ഇത് പൂജപ്പുര സെൻട്രൽ ജയിലിനുള്ളിലെ മാനുഫാക്ചറിംഗ് യൂണിറ്റാണ്. ഇതിനുള്ളിൽ ചെറുതും വലുതുമായി ഒരുപാട് സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. വീവിംഗ് യൂണിറ്റ്, കാർപ്പൻട്രി, സോപ്പ് നിർമ്മാണം, പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണം, സ്റ്റിച്ചിങ് യൂണിറ്റ് എന്നിവ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ആദ്യം എത്തിയത് വീവിംഗ് യൂണിറ്റിലാണ്. സമയം അപ്പോൾ ഉച്ചയ്ക്ക് 2:30 അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവനക്കാർ കൂടിയായ ജയിൽ അന്തേവാസികൾ അവരുടെ ആ ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ജയിലിനുള്ളിലേക്ക് മടങ്ങിയിരുന്നു. രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് വീവിംഗ് യൂണിറ്റിലെ ഡ്യൂട്ടി സമയം. എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി വീവിംഗ് യൂണിറ്റിലെ ഇൻസ്ട്രക്ടർ കൂടിയായ വീവർ മനോജ് ഹാൻഡ്ലൂമും പവർലൂമും പ്രവർത്തിപ്പിച്ചു കാണിച്ചു. ഇത് മാർക്കറ്റിൽ നിന്നും ഒരു ഖാദി പോലെ പറയുമ്പോൾ നല്ല വില ആവും, പക്ഷെ നമ്മുടെ അതിൽ ഒരു കുറച്ച് വില നമുക്ക് ചെയ്യാറുണ്ട്. ഇത് ബെഡ് ഉണ്ട്. ബെഡ് ഷീറ്റും നമ്മുടെ ഉണ്ടാക്കുന്നു. ഇതും നമ്മുടെ ഇവിടെ തന്നെ വീവിങ് ചെയ്തിട്ട്. സോ ഇതാണ് നമ്മുടെ ഒരു ഫുട്ട് സ്ട്രാപ്പ്. നമ്മുടെ പുറത്ത് ഡോറിലെ മുമ്പ് അങ്ങനെ ചെയ്താൽ ഇതിൽ മാർക്കറ്റിൽ എത്ര വില ഉണ്ടാവും ഏകദേശം? എനി ഐഡിയ? ഏതെങ്കിലും ഒരു ഹാൻഡ് മെയ്ഡാണല്ലോ, എത്ര വില ഉണ്ടാവും? 200-300 രൂപ അറൗണ്ട്. അതിലെ പകുതി റേറ്റിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇവിടെ 25 പവർലൂം പ്രവർത്തന സജ്ജമാണ്. പവർലൂം മാത്രമല്ല, 15ഓളം ഹാൻഡ്ലൂമുകളും ഇവിടെ ദിവസവും പ്രവർത്തിക്കുന്നു. പവർലൂമിൽ ഒരു ഷിഫ്റ്റിൽ 12.5 മീറ്റർ തുണി നെയ്തെടുക്കുന്നുണ്ട്. ഹാൻഡ്ലൂമിൽ ഒരു ഷിഫ്റ്റിൽ 5 മീറ്റർ ക്ലോത്തിംഗ് മെറ്റീരിയൽ നെയ്തെടുക്കുന്നു. വിശാലമായ ഈ വീവിംഗ് യൂണിറ്റിൽ ഒരേ സമയം 40 അന്തേവാസികളാണ് പണിയെടുക്കുന്നത്. നമുക്കിവിടെ ടൈലറിങ്, സ്മിത്തി, സോപ്പ്, വിവിങ്, കാർപ്പൻട്രി, ലെയ്ത്ത്, ഇത്രയാണ് നമുക്കിവിടെ ഉള്ളത്. ഇത്ര യൂണിറ്റുകളാണ് ഉള്ളത്. ടൈലറിങ്ങിൽ ഏതാണ്ട് 12 തടവുകാരോളം ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. സ്മിത്തിയിൽ 9, സോപ്പിലാണെങ്കിൽ 4 തടവുകാർ, വിവിങ്ങിൽ 33 തടവുകാർ, കാർപ്പൻട്രിയിൽ 7 തടവുകാർ, ലെയ്ത്തിലും 8 തടവുകാർ വർക്ക് ചെയ്യുന്നുണ്ട്. പവർലൂം, ഹാൻഡ്ലൂം എന്നിവയ്ക്ക് പുറമെ ഖാദി യൂണിറ്റും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂൾ യൂണിഫോമിനുള്ള തുണിയും ഇവിടെ ഓർഡർ അനുസരിച്ച് നെയ്യുന്നുണ്ട്. ഇവിടെ നെയ്തെടുക്കുന്ന തുണി കൊണ്ട് ഷർട്ടും മറ്റും സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സ്റ്റിച്ചിങ് യൂണിറ്റും ഇവിടെ പ്രവർത്തിക്കുന്നു. ബാത്ത് ടവൽ, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, കോസടി, ഫ്ലോർ മാറ്റ് തുടങ്ങിയവയും ഇവിടെ ആവശ്യാനുസരണം നെയ്തെടുക്കുന്നുണ്ട്. വീവിംഗ് യൂണിറ്റിലെ വിശേഷങ്ങൾ കണ്ടറിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ പോയത് തൊട്ടടുത്തുള്ള കാർപ്പൻട്രി യൂണിറ്റിലേക്കാണ്. അവിടെ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള തടി ഫർണിച്ചറുകളാണ് ഞങ്ങൾക്ക് കാണാനായത്. ഗാർഹിക ആവശ്യങ്ങൾക്ക് ഫർണിച്ചർ വാങ്ങുന്നവരും സർക്കാർ ഓഫീസുകളുമാണ് ജയിലിലെ കാർപ്പൻട്രി യൂണിറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫർണിച്ചറിൻ്റെ പ്രധാന കസ്റ്റമേഴ്സ്. ജയിലിനുള്ളിൽ കാർപ്പൻട്രി യൂണിറ്റ് എന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. വിദഗ്ധ പരിശീലനം ശാസ്ത്രീയമായി തന്നെ ലഭിച്ച പണിക്കാരാണ് ഇവിടെ പണിയെടുക്കുന്നത്. പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കെട്ടിയ കസേര, ചാരുകസേര, സ്റ്റഡി ടേബിൾ, ഓഫീസുകളിലേക്കും വീടുകളിലേക്കും ആവശ്യമായ വിവിധ മോഡലുകളിലുള്ള കസേരകൾ, അലമാരകൾ തുടങ്ങി വീട്ടമ്മമാർക്ക് അടുക്കളയിൽ സ്റ്റൂളായും തേങ്ങാ ചിരണ്ടാൻ ഉപയോഗിക്കുന്ന ചിരവയായുമൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ ട്രെൻഡായ ചിരവ, അങ്ങനെ പലതും ഇവിടെ കാണാൻ കഴിഞ്ഞു. വനം വകുപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള തടി ഡിപ്പോകളിൽ നിന്നെടുക്കുന്ന മികച്ച തടി ഉപയോഗിച്ചാണ് ഇവിടെ ഫർണിച്ചർ നിർമ്മിക്കുന്നത്.
പൊതുജനങ്ങൾക്ക് തങ്ങൾക്ക് ആവശ്യമുള്ള ഫർണിച്ചറിൻ്റെ മാതൃക കാണിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ്. എല്ലാ ഫർണിച്ചറുകളും ഉണ്ടാക്കാറുണ്ട്. ഓർഡർ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ നിലവിൽ ഇവിടെ ചിരവ, സ്റ്റൂള്, സ്റ്റഡി ടേബിള്, ചാരുകസേര നിലവിൽ വിൽപ്പനയ്ക്കായിട്ട് റെഡിയായിട്ടുണ്ട്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കൊടുക്കാറുണ്ട്. ഫോറസ്റ്റിൻ്റെ തടിയാണ് ഉപയോഗിക്കുന്നത്. ബി ക്ലാസ്, ഫോറസ്റ്റിൻ്റെ ബി ക്ലാസ് തടിയാണ്. പേപ്പർ ക്യാരി ബാഗുകൾ നിർമ്മിക്കുന്ന യൂണിറ്റാണ് ഈ മാനുഫാക്ചറിംഗ് യൂണിറ്റിലെ മറ്റൊരു സംരംഭം. ചെറിയ പേപ്പർ ക്യാരി ബാഗുകൾ മുതൽ ടെക്സ്റ്റൈൽസുകൾക്കും ജുവലറികൾക്കുമൊക്കെയുള്ള വലിയ ക്യാരി ബാഗുകൾ വരെ ഇവിടെ നിർമ്മിക്കുന്നു. പ്ലെയിൻ ക്യാരി ബാഗുകളും സ്ഥാപനങ്ങളുടെ പേരും ചിത്രവും സ്ക്രീൻ പ്രിന്റ് ചെയ്യുന്ന കസ്റ്റമൈസ്ഡ് ക്യാരി ബാഗുകളും ഇവിടെയുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ജയിലിലെ ആദ്യ സംരംഭമായ ചപ്പാത്തി നിർമ്മാണ യൂണിറ്റിലാണ്. ഇന്ന് നമ്മൾ കാണുന്ന ജയിൽ സംരംഭങ്ങളുടെ നീണ്ട പട്ടികയിലെ ഒന്നാം പേരുകാരനാണ് ഫ്രീഡം ഫുഡ് ഫാക്ടറി എന്നറിയപ്പെടുന്ന ഈ ചപ്പാത്തി നിർമ്മാണ യൂണിറ്റ്. 2011 പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആരംഭിച്ച ഈ ചപ്പാത്തി നിർമ്മാണ യൂണിറ്റ് ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ ഹിറ്റായി. ഒരു പതിറ്റാണ്ട് മുമ്പ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ തുടങ്ങിയ ചപ്പാത്തി നിർമ്മാണ യൂണിറ്റ് വൻ വിജയമായതോടെ സംസ്ഥാനത്തെ മറ്റു ജയിലുകളും ചപ്പാത്തി നിർമ്മാണത്തിലേക്ക് കടന്നു. ഇന്ന് കേരളത്തിൽ ഒരു ദിവസം വിറ്റുപോകുന്നത് ശരാശരി 1 ലക്ഷം ജയിൽ ചപ്പാത്തികളാണ്. ഇതിൽ പകുതിയും സംഭാവന ചെയ്യുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലാണ്. വിലക്കുറവും ഗുണമേന്മയുമാണ് ഉപഭോക്താക്കളെ ജയിൽ ചപ്പാത്തിയുടെ ആരാധകരാക്കിയത്. 15 ചാക്കിലേറെ ഗോതമ്പ് പൊടി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ചപ്പാത്തി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്ക്. പ്രതിദിനം 3 ലക്ഷത്തോളം രൂപയുടെ ഭക്ഷണ വിൽപ്പനയാണിവിടെ നടക്കുന്നത്. 10 ചപ്പാത്തികളടങ്ങിയ ചപ്പാത്തി പാക്കറ്റിന് കേവലം 20 രൂപയാണ് വില. ജയിൽ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള പൂജപ്പുരയിലെ ഫ്രീഡം ഫ്യൂവൽ ഫില്ലിംഗ് സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമുക്ക് അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഇനി നമുക്ക് കാണാനുള്ളത് ജയിൽ വകുപ്പിന് കീഴിലുള്ള സംരംഭങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിദിന വിറ്റുവരവുള്ള ഒരു സംരംഭമാണ്, ഒരു പെട്രോൾ പമ്പ്. ഫ്രീഡം ഫ്യൂവൽ ഫില്ലിംഗ് സ്റ്റേഷൻ എന്നാണ് ഈ പെട്രോൾ ഡീസൽ പമ്പിൻ്റെ പേര്. പൂജപ്പുര കരമന റോഡിൻ്റെ വലതുവശത്തായിട്ടാണ് ഈ പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിൻ്റെ കണ്ണായ സ്ഥലത്ത് തരിശായി കിടന്നിരുന്ന ജയിൽ വകുപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള 25 സെൻറ്റ് സ്ഥലമാണ് ഇന്ന് തിരക്കേറിയ പെട്രോൾ പമ്പായി മാറിയിരിക്കുന്നത്. മറ്റ് പെട്രോൾ പമ്പുകൾ സമരത്തിൽ പങ്കെടുത്ത് പണിമുടക്കുമ്പോഴും അതിലൊന്നും പങ്കെടുക്കാതെ തുറന്നു പ്രവർത്തിക്കുന്ന ഒരു പെട്രോൾ പമ്പ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റാണ് കുറേ നമ്മൾ തയ്യാറാക്കി. അതിൽ പമ്പുമുണ്ട്. അങ്ങനെ വന്നു, അത് പബ്ലിക് 2 കൈ നീട്ടി സ്വീകരിച്ചു. ഇപ്പോഴും ഓൺ ഗോയിങ് നന്നായിട്ട് പോകുന്നു. പിന്നെ 30/7/2020 സ്റ്റാർട്ട് ചെയ്തത്. ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും ഒക്കെ ആയിട്ട് ഇതിനെ സ്റ്റാർട്ടിങ് ഫേമാണ്. അപ്പോൾ അതിന് വേറെ ഓഫീസ് വർക്കോ പേപ്പർ വർക്കുകളൊക്കെ എല്ലാം ഭയങ്കര ടഫായിരുന്നു. എല്ലാം ചെയ്ത് അതിലൊരു വിങ് ഇവിടെ ഉണ്ട്. ഞാനും പിന്നെ ഇപ്പോൾ 2022 ശേഷം വേറെ ഒരു മേലുദ്യോഗസ്ഥൻ പോയപ്പോൾ ചാർജായിട്ട് വന്നതാണ്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പിന്നെ നമ്മുടെ മേലുദ്യോഗസ്ഥർ DGP സാറിൻ്റെ അണ്ടറിൽ പറഞ്ഞതിൽ അവിടുന്ന് ഇവിടെ നമുക്ക് എന്തൊക്കെ പ്രോജക്റ്റുകൾ കൊണ്ടുവന്നു അന്തേവാസികൾക്ക് ഉൾപ്പെടെ നമ്മുടെ സമൂഹത്തിന് എങ്ങനെ നല്ല കാര്യം ചെയ്യാമെന്നുള്ള ഒരു ആശയത്തിൻ്റെ പുറത്താണ് ഇത് വന്നത്. പ്രത്യേകിച്ച് നമുക്ക് 15-14 ലാക്ക് പെർ ഡേ പറഞ്ഞുകൊണ്ട് സെയിലുണ്ട്. പിന്നെ പബ്ലിക്കിന് എയർ ഉൾപ്പെടെയുള്ള നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെയാണ് ഫില്ല് ചെയ്ത് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. നല്ല അഭിപ്രായമാണ് പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന്. അതായത് പിന്നെ നല്ല ഇന്ധനമാണ്, കാര്യക്ഷമതയുണ്ട്, പിന്നെ നല്ല മൈലേജ് ഉണ്ട് വണ്ടികൾ. മറ്റ് ഇപ്പം മാർത്താണ്ഡത്തിൽ നിന്നൊക്കെ വന്നിട്ട് ശനി ഞായറൊക്കെ ഇവിടെ വന്നിട്ട് ഫുള്ള് അടിച്ചിട്ട് പോകുന്ന ആൾക്കാർ എനിക്കറിയാം. നമുക്ക് ഒത്തിരി പേരുണ്ട്. പിന്നെ നമുക്ക് പിന്നെ PSC സ്റ്റാഫ് 7 പേര് ഓഫീസിലുൾപ്പെടെ, പിന്നെ 2 ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ, ഒരു അസിസ്റ്റൻറ്റ് സൂപ്രണ്ട്, പിന്നെ നമുക്ക് ദിവസവേതനക്കാരായിട്ട് 9 പേരുണ്ട്. പിന്നെ അന്തേവാസികളുണ്ട്. അന്തേവാസികൾ അവർ 2 ഷിഫ്റ്റായിട്ട് അത് തന്നെ. അപ്പോൾ ഈ പിന്നെ രാവിലെ നമ്മൾ അവരുടെ അൺലോക്ക് കഴിഞ്ഞതിന് ശേഷം ഗ്യാങ് ഇറക്കുന്ന ടൈമുണ്ട്. ആ ടൈമിൽ 7 മണി കഴിഞ്ഞിട്ട് നമ്മൾ ഇറക്കി കൊണ്ടുവരും. സെക്കൻഡ് ഷിഫ്റ്റ് ഉച്ചയ്ക്ക് ശേഷം
ജയിലിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ അടഞ്ഞു പോകേണ്ടിയിരുന്ന ജീവിതങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ സംരംഭങ്ങൾ ഒക്കെ തന്നെയും തുടങ്ങിയത്. നമുക്കറിയാം, നമ്മുടെ ജയിലുകളുടെ പേര് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സെൻറ്റേഴ്സ് എന്നാണ്. കറക്ഷണൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ തിരുത്തൽ കേന്ദ്രം, തെറ്റ് തിരുത്തൽ കേന്ദ്രമാണ്. അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ജയിലുകൾ തെറ്റ് തിരുത്തൽ കേന്ദ്രങ്ങൾ തന്നെയാണ് എന്ന് വ്യക്തമാകുന്നതാണ് നമ്മുടെ ഇന്നത്തെ ജയിൽ സന്ദർശനം. അവർക്ക് തെറ്റുതിരുത്തി ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള എല്ലാ പ്രതീക്ഷയും അവസരങ്ങളും ഒരുക്കുകയാണ് ജയിൽ വകുപ്പ് അധികൃതരും സർക്കാരും. അവർ അതിൽ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത സൺഡേ സ്പെഷ്യൽ എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.